ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാളിയതല്ല. അപ്പൊ ഇത്ര ദിവസമായിട്ട് വീഡിയോ ചെയ്യാണ്ട് ഭയങ്കര ലോങ് വീഡിയോ ചെയ്യാണ്ട് ഭയങ്കര ഇതായിട്ടാ. വീഡിയോ ചെയ്യായികൊന്നില്ല കേട്ടാ, നമ്മള് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര സംശയം. ചെറിയ പണിയിട്ടിരിക്കുന്നു. പണിയൊന്നും പറയില്ല, ഇതൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ ഒരു ഭാഗമാണ് ഗൈസ്. ഇനി ഞാനതേക്ക് കിട്ടിയ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂട്ടോ. അതിനാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്തേക്കുന്നത്. വേറെ ഒന്നല്ല, കുറേ പേര് അയ്യോ ആരിക്ക് ഒക്കെ കമന്റ്സ് എന്താണെന്നറിയോ, ഞാൻ പ്രഗ്നന്റ് ആണോ എന്നും. അല്ല ഗൈസ്, പ്രഗ്നന്റ് ഒന്നും അല്ല കേട്ടാ. അടുത്ത് പറഞ്ഞ പിന്നെ എനിക്ക് കുറേ സന്തോഷം എന്താ വെച്ചാൽ നമുക്ക് പേഴ്സണലി കുറെ മെസ്സേജ് ഫസ്റ്റത്തെ ഒരു 2-3 ദിവസം നേരം അത്ര ശ്രദ്ധിച്ചില്ലേ തോന്നുന്നുണ്ടോ വീഡിയോസ്. 1-2 ദിവസം നേരം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല വീഡിയോസ് കാണാത്തപ്പോ. പക്ഷെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ മെസ്സേജ് ഫസ്റ്റ് ഒക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടാ. പിന്നെ കൊടുക്കാൻ പറ്റിയില്ല. അത്രയും മെസ്സേജ് 8-10 മെസ്സേജ് ഒക്കെ സ്റ്റാർട്ടിങ് ഉള്ളൂ. പിന്നെ ഫീഡ് എടുത്ത് നോക്കുമ്പോൾ 30-40 പ്ലസ് ഒക്കെ കാണണത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതേമ ഇത്രയും മെസ്സേജ് എവിടെ ഉണ്ട്. നമ്മുടെ ബന്ധക്കാര് നമ്മുടെ സ്വന്തക്കാര് പോലും ചോദിച്ചിട്ടില്ല അല്ലെ? സത്യം പറഞ്ഞ ഇല്ലല്ലോ. ആ സ്വന്തക്കാര് പോലും അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ എത്രയോ നമ്മളെ കാണാത്ത ആൾക്കാരും കൂടി വരെ വന്നിട്ട് ചോദിക്കുമ്പോ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കൂടുതൽ അപ്പളാ വിഷമായിട്ടുണ്ടായിരുന്നു കേട്ടാ. കാരണം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അത്ര അത് അറിഞ്ഞിടുന്നില്ല. ഒന്നാമത്തേക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് കൂടുതലും നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ്. അപ്പൊ സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ തേജപ്പന്റെ 1-2 വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ട്. അതാണ് ഇഷ്യൂ. യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് അവർക്കത് എന്താ പറയാ വയലേഷൻ വന്നതായിരുന്നു. അപ്പോൾ സംഭവം നമ്മൾ വിചാരിക്കുക നമ്മുടെ മക്കളുടെ ക്യൂട്ട്നെസ് ആണ്, അവരുടെ കുസൃതി എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുക. പക്ഷെ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് അതൊരു വയലേഷൻ ആയിരുന്നു. അപ്പൊ അറിയണ്ടായിരിക്കുമല്ലോ കുറച്ച് അതാണ്. പക്ഷെ നമ്മുടെ ഒരു അറിവിൽ എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ സൂക്ഷിച്ചിടുക, ശ്രദ്ധിച്ചിടുക. കാരണം നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ടായിട്ട് ഞാനിപ്പോ ഇത്ര ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. നിങ്ങളോട് വേണമെന്ന് വെച്ചാൽ നിങ്ങളും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവല്ലോ. നമ്മളെല്ലാവരും പിള്ളേരുടെ വീഡിയോ ഇടുന്നവരായിരിക്കും. ആരും ഇപ്പൊ പിള്ളേരുടെ വീഡിയോ ഇടാത്തവരാവില്ല. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ അറിവില് നമ്മള് ന്യൂഡായിട്ട് പിള്ളേരുടെ ഇടരുത് എന്നുള്ളൂ നമ്മുടെ അങ്ങനത്തെ ഒരു ഫോട്ടോക്കാണ് വീഡിയോക്ക് വന്നത്. പക്ഷെ ഡ്രസ് ഇട്ടിട്ടുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവന്റെ മുണ്ട് പൊക്കിയിട്ട് വീഡിയോ ഞാൻ അത് പറഞ്ഞിട്ട് വരണ്ടോ. അപ്പൊ സംഭവം അങ്ങനത്തെ ഒരു ഇത് കേട്ടാ. അപ്പൊ നമ്മൾ പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക യൂട്യൂബ് അത് ഏത് രീതിയിൽ എടുക്കാന്ന്. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ഒക്കെ സെറ്റായി പഠിച്ചപ്പോ നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഈ തേജപ്പൻ യൂട്യൂബിന്റെ ഒരു ഫിഗറായി മാറിയിരിക്കുന്നു. ഇനി ഇടുമ്പോ തേജപ്പൻ യൂട്യൂബിന്റെ ഒരു ഓൾറെഡി ഒരു സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞു അവന്റെ ഒരു ഫേസ്. അതായത് ഇപ്പൊ യൂട്യൂബിന്റെ ഒരു ആൽഗരിതം വെച്ച് നോക്കുമ്പോ അത്യാവശ്യം റീച്ച് പോണ ഫേസ് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ തേജപ്പന്റെ ഫേസ് ഒക്കെ ഭയങ്കര റീച്ച് പോണ ഫേസ് അത്ര. അപ്പൊ അതുകൊണ്ട് തേജുവിന്റെ വീഡിയോസ് ഇടുമ്പോ അത്രയും കുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് അവർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ടോ നമുക്ക് പണി കിട്ടിയത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. തേജുവിന്റെ ആ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ ആ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചാനലിന്. സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പൊ അതായിരുന്നു കേട്ടോ പ്രശ്നം. അപ്പൊ നമുക്ക് 7 days വീഡിയോസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. അതെന്താ വെച്ചാലേ നമുക്ക് ശരിക്ക് ഒരു വീഡിയോ ഒരു 2 വർഷമായിട്ട് കൊണ്ടുപോകണതല്ലേ. അപ്പൊ ചിലവര് വിചാരിക്കും യൂട്യൂബിന് ഇൻകം കിട്ടണോണ്ട് ഇൻകം കിട്ടാണ്ട്. അങ്ങനെയല്ല, എനിക്ക് ഇൻകത്തിന് ഒട്ടും അല്ലെ ബാധിച്ചിട്ടില്ല. അതുകൊണ്ടല്ല. പിന്നെ നമുക്ക് മെയിൻ സംബന്ധിച്ച വിഷു ആയിരുന്നു, നമ്മുടെ മെയിൻ ദിവസമായിരുന്നു. നമുക്കൊരു നല്ലൊരു നമ്മളെല്ലാം ഷെയർ ചെയ്തിട്ട് നമ്മുടെ എല്ലാ സന്തോഷ നിമിഷം നമ്മുടെ അത്രയും കാണാനില്ല, നിങ്ങളെവിടെ, നിങ്ങൾ എന്താ പറ്റി, അങ്ങനെ കുറെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു. ഇവരോട് എന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. കൂടുതൽ ഫീൽ എന്താ വെച്ചാൽ ഫീൽ ആയി തുടങ്ങിയത് ഇത്രയും മെസ്സേജ് വരുമ്പോഴായിരുന്നു കേട്ടോ. ഫസ്റ്റ് എനിക്ക് 7 ദിവസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഡെയിലി, കാരണം ഞാനിപ്പോൾ 2 വർഷം ആവാറായി, ഏകദേശം 1.25 വർഷമൊക്കെ ഉണ്ടോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. ഇത്രയും നാൾക്കിടയ്ക്ക് ഒരു ദിവസം പോലും ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നിട്ടില്ല. അങ്ങനെ പോണ ഒരാൾക്ക് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ഭയങ്കര വിഷമമാവുമല്ലോ. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പിന്നെ മെസ്സേജ് കൂടുമ്പോഴേക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈശ്വരി ഇത്രയും പേര് നമ്മളതിനെ അന്വേഷിക്കുന്നുണ്ട് കാണാണ്ടാവുമ്പോ അതൊക്കെ ഭയങ്കര ഫീലായിരുന്നു അല്ലേ. സൂര്യക്കുന്നല്ല, എക്കും മെസ്സേജ് വന്നല്ലോ. പക്ഷെ കുറെ പേർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല, കാരണം കുറെ മെസ്സേജ് വന്നോണ്ട്
അപ്പൊ ഒന്ന് വിചാരിക്കണ്ട മെസ്സേജ് അയച്ചവര് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള ഒരു കാരണമാണ്. സംഭവം ഇതായിരുന്നു, നമുക്ക് 7 days വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയുകയാണ്, ഉന്നുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടോളോ. ഞാനിപ്പോ എനിക്കറിയുന്ന ഒരുപാട് പിന്നെ അതുമല്ല, ഞാൻ എനിക്കറിയുന്ന യൂട്യൂബേഴ്സിനൊക്കെ മെസ്സേജ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് സ്ട്രൈക്ക് പിള്ളേരുടെ ഇടുമ്പോൾ വന്നിട്ടുണ്ടോ വെച്ചപ്പോ 2-3 പേരും 4-5 പേര് പറഞ്ഞു അവർക്കും വന്നിട്ടുണ്ട് പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ചിലർക്ക് 14 ദിവസം വരെ സ്ട്രൈക്ക് കിട്ടിയവരുണ്ട് ഇത്ര. അപ്പൊ ഉന്നുള്ള വീഡിയോസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീഡിയോസ് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഡ്രസ്സിങ് അങ്ങനത്തെ പ്രശ്നമൊന്നും യൂട്യൂബിലില്ല. പക്ഷെ നമ്മൾ പിള്ളേരുടെ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടിടുക. നമ്മുടെ ന്യൂഡ് ഇപ്പൊ ഏത് കാണിച്ചാലും യൂട്യൂബ് നമ്മളിപ്പോ അങ്ങനത്തെ നമ്മൾ വീഡിയോ ഇല്ല. ഇപ്പൊ കുട്ടറപ്പോ മാത്രം അതിലിപ്പോ കാണിക്കാറില്ല. പക്ഷെ എന്തോ അങ്ങനെ അതിലിപ്പോ നമ്മളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ തേജുവിന്റെ ഒരു മിസ്ബിഹേവിയർ എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, പാട്ട് പണിയാവും. അപ്പൊ അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. വേറെ ഒരു ഇതൊന്നും ഇല്ല. 7 days നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തൊരു ഓപ്ഷൻ ആയിരുന്നു, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ വിഷു വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പൊ ഓരോന്നോരോന്നായിട്ട് ഞാൻ വേഗം പോസ്റ്റ് ചെയ്യാം വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പൊ നമ്മുടെ വീടിന്റെ ഇപ്പോഴാട്ടോ നമ്മുടെ ചാനൽ റെഡി ആയിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ റെഡിയാക്കി വേഗം പറഞ്ഞ് വീഡിയോ എടുത്തു. പിന്നെ ഞാൻ കൈനീട്ടത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, കൈനീട്ടം വിഷുവിന്. അത് ഭയങ്കര റെഡിയായി പോയി. അതെനിക്ക് ഭയങ്കര റെഡിയായി പോയിട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോന്റെ ലാസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ വിഷു കൈനീട്ടം കൊടുക്കേണ്ട, കൈനീട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ 4 ആളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ലാസ്റ്റിൽ കൊടുക്കാട്ടോ ആരാന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ഞാൻ വീണ്ടും പറയണു, ഉന്നുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ഉന്നുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. എനിക്ക് മെയിനായിട്ട് എന്താ പണി കിട്ടിച്ചാലേ, നമ്മുടെ ആര്യയുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ണിയുടെ 28 കഴിഞ്ഞിട്ട് അല്ലേ, നമ്മൾ ഉണ്ണിയുടെ വീഡിയോസ് എടുക്കുമ്പോൾ അതിലൊരു വട്ടം ശരിക്കും ഉണ്ണിയുടെ ന്യൂഡായിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അമ്മ ഉണ്ണീനെ കുളിപ്പിച്ചു കൊണ്ടുവരുമ്പോഴേ. അപ്പോൾ അത് അന്നേക്ക് വാണിങ് തന്നിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടായിരുന്നു വീണ്ടും പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തേത് ഇതിലാണ് കിട്ടിയത് പണി. അപ്പോൾ പിന്നെ ഒരു വട്ടം വാണിങ് വന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഉണ്ണിയുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ എല്ലാവരും നമുക്ക് കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല സംഭവം. അപ്പൊ ഞങ്ങളെന്താ പറഞ്ഞാ ഇനി ഇടുമ്പോ നിങ്ങളും ശ്രദ്ധിക്കുക കാര്യങ്ങള്. തേജുവിന്റെ ഈ ഒരു വീഡിയോ റിമൂവ് ആയി പോകുന്നു നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം അതിന് മാത്രം ഇല്ലാത്ത പോലെ ഇല്ലേ. അവന്റെ ഒരു കളി ഡ്രസ്സൊക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ അവന്റെ ഒരു കളി ഒരു ഇതൊക്കെ ആടുന്നു. സാരില്ല, അത് ആടുന്നത് റിമൂവ് ചെയ്ത് പോകുന്ന നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പലർക്കും അയച്ചു കൊടുത്തു ഈ വീഡിയോ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ. കുറച്ച് പേര് പറഞ്ഞു ചിലപ്പോൾ ഇതായിരിക്കാം ഇഷ്യൂ എന്ന്. കുറെ പേര് പറഞ്ഞു അയ്യോ ഇതിനിപ്പോ എന്താ കുഴപ്പം, മക്കള് കാട്ടണ ഓരോ കുസൃതികളല്ലേ എന്ന് ആ രീതിയിൽ വന്നു. അപ്പൊ എന്തായാലും നമ്മുടെ തേജ് യൂട്യൂബിന്റെ ആൽഗരിതത്തിലെ മാറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഭയങ്കര സന്തോഷം. അതെ, അതില് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ വൈകുന്നേരമായിട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. 5-6 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് ഇതേ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അമ്പലത്തിലെ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലാസ്റ്റിലെ കൊടുക്കാട്ടാ ആരാണ് നമ്മുടെ വിന്നർ. 4 പേരാണ് ഞാൻ കൊടുക്കാം. അപ്പോൾ അവർ DM ചെയ്യാട്ടാ. ഒന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ കാണുന്നുണ്ടോ എനിക്ക് അറിയില്ല. ഒന്നെങ്കിൽ നിങ്ങളിതിൽ ഒന്നെങ്കിൽ ഇൻസ്റ്റയിലെങ്കിലും കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കാം, അങ്ങോട്ട് മെസ്സേജ് അയക്കാം, അതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ കണ്ടു എന്ന് വരില്ല, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ. അപ്പം ഇനി എന്താ, പിന്നെ വീഡിയോസ് ഒക്കെ ഇടും, തകൃതിയായിട്ട് കാണാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പൊ എല്ലാവർക്കും ബിലീറ്റഡ് ഹാപ്പി വിഷു. എല്ലാവർക്കും ബൈ. അപ്പൊ എല്ലാവർക്കും ടാറ്റ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടാണ്ടായിരുന്നു. നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. വീഡിയോസ് ഒന്നും ഞാൻ ഇടാണ്ടിരിക്കുന്ന ആളല്ല. യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് 7 ദിവസം ഇടണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അവിടെ തേജപ്പൻ്റെ വീഡിയോയും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പറയണു, ഉണ്ണിയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ന്യൂഡായിട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി വഴിയെ കാണാം. ബൈ. അപ്പോൾ ഇതേ ഫസ്റ്റ് കിടക്കുന്ന 4 പേരെ തന്നെ ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. മുബീന മോൾ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ് ഒന്ന്. ഇത് നമ്മുടെ മുസൈന PK അല്ലേ, ആളുടെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ അടുത്തത് സെലക്ട് ചെയ്തേക്കുന്നത് ലിറ്റിൽ ലോഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. പിന്നെ വരണത് നമ്മുടെ അഫ്രസിക്ക, നമ്മുടെ സ്വന്തം അഫ്രസിക്ക. പിന്നെ ആരാ 4ാമത്തെ ആള് വരണത്, അഫ്രസിക്കനെ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല നമ്മുടെ കമന്റ് സെക്ഷനിൽ. അടുത്തത് അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട്. അങ്ങനെ 4 പേരാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ്. ഇവിടെ അല്ലെങ്കിൽ ഇവർ 4 പേരും ഇവരുടെ ഇൻസ്റ്റ ID നമ്മുടെ ഈ കമന്റ് സെക്ഷനിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.
പെൻഡിങ്ങിൽ കുറെ പേര് അടിയിലുണ്ട്. എല്ലാവർക്കും ചാൻസ് ഇനി തരാട്ടോ, വിഷമിക്കണ്ടാട്ടാ. കാര്യം ലാസ്റ്റ് ഞാൻ പറയാൻ വിചാരിച്ച് വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ യൂട്യൂബിൽ മാത്രമല്ല കേട്ടോ, FB യിലും വീഡിയോസ് ഇടുന്നുണ്ട്. കുറച്ച് പേർക്ക് അറിയാൻ വിചാരിക്കുന്നത് FB യിലും ഇടാറുണ്ട്. അതുകൊണ്ട് ഞാൻ കുറേ പേര് FB യിലും അതേട്ടാ മെസ്സേജ് അയക്കാറുണ്ട്, ഇവിടെ ചാനലിൽ വീഡിയോസ് പിന്നെ ഗിവ് അവേയുടെ കാര്യമൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഇടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ FB യിൽ പോലും നമ്മുടെ ഗിവ് അവേ വിന്നറിനെ എടുത്തത് കാണിക്കാനത് കേട്ടോ, ഒന്നിച്ച് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ FB യിലും ഞാൻ ഇപ്പോഴായിരിക്കും കേട്ടോ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ FB യിൽ മാത്രം കാണുന്നവരുണ്ടായിരിക്കും, എനിക്ക് അറിയില്ല. ഞാൻ കൂടുതൽ സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതൽ യൂട്യൂബിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുള്ളൂ. കമൻസ് ആയാലും കൂടുതലായാലും ഞാൻ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിൽക്കാറുള്ളൂ. ജസ്റ്റ് ഈ വീഡിയോസ് കൊണ്ട് FB യിലും കൊണ്ട് പോസ്റ്റ് ചെയ്യണു, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റും ഒരു ഫാമിലി മെമ്പർ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലിന്നൊക്കെ എപ്പോഴും തോന്നാറുള്ളത് യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനോടാണ്. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ യൂട്യൂബിൽ അങ്ങനെ വന്നിട്ട് FB ഇപ്പോൾ ഒരു 4-5 മാസമായിട്ടുള്ളൂ ഞാൻ ആക്റ്റീവായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നണു യൂട്യൂബിനോട് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കൂടിപ്പോയി. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇത് രണ്ടിലും ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ. പിന്നെ കുറേ പേര് ഞാൻ പറഞ്ഞ പോലെ അന്വേഷിച്ചു എവിടെ എന്താന്നൊക്കെ ചോദിച്ചത്. നമുക്ക് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അതൊക്കെ ഭയങ്കര ഒരു എന്തോ മനസ്സിലങ്ങോട്ട് തട്ടിപ്പോയി കുറേ പേരിങ്ങനെ അന്വേഷിക്കുമ്പോൾ. പിന്നെ അച്ഛനും അതെ കേട്ടോ, അച്ഛനും അമ്മയും ഇവരിങ്ങനെ 2 നേരം അമ്മ വിളിക്കുക, എന്തായി, എന്നൊക്കെ ആവുക, എന്നൊക്കെ ശരിയാവുക, ഇടാൻ പറ്റും. കാരണം അമ്മയും അച്ഛനൊക്കെ കമൻസൊക്കെ വായിക്കൂല. അപ്പോൾ ആരുടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴേ അമ്മയും അച്ഛനൊക്കെ കാണല്ലേ, അപ്പോഴാണ് അമ്മ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. കമൻറ്റ് സെക്ഷനിൽ ഞാൻ എവിടെ ചോദിക്കുമ്പോഴാണ് അപ്പോഴാണ് അമ്മ ശ്രദ്ധിച്ചേക്കുന്നത്. അമ്മ വെച്ചിട്ട് നീ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ എന്ന് എൻ്റെ അടുത്ത്. അമ്മ പഴയ വീഡിയോസൊക്കെ കാണാൻ തോന്നണേ. അപ്പോൾ ഇല്ല, അങ്ങനെ 7 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. തേജുവിൻ്റെ ഒരു വീഡിയോ അങ്ങനെ റിമൂവായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞപ്പോഴാണ് അമ്മ ശ്രദ്ധിച്ചേക്കണത്. പിന്നെ അച്ഛനും പറഞ്ഞു. പിന്നെ അച്ഛപ്പതേ ഇന്നിപ്പോൾ ഒരു 3 വട്ടെങ്കിലും അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇന്നൊക്കെയാണ് 7 ദിവസം ആവുക. അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്തായി, റെഡിയായോ എന്ന് അച്ഛൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്കച്ഛനും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവരും അതേപോലെ ഇതിൻ്റെ ഒരു പാർട്ട് പോലെ ആയി ഭയങ്കരമായിട്ട്. അവർക്കും അതെ, ഇപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ പറയുമ്പോൾ അവർക്കും ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കണം ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഇനി പഴയ പോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസായിട്ട് വരാം. കുറേ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട്. പതുക്കെ ഓരോന്നായിട്ട് ഷെയർ ചെയ്യാട്ടെ എന്തായാലും. അപ്പോൾ ഇനി നമുക്കിനി ഓരോ വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.